ഹായ് ഫ്രണ്ട്സ്, ലൈലസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ചക്കപ്രഥമൻ ഉണ്ടാക്കാം. എളുപ്പത്തിന് തയ്യാറാക്കുന്നതാണ്, ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചക്കപ്പായസം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ അതൊന്ന് ശർക്കര പാനി വേണം, അതിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് കുറുകുമ്പോൾ ആവശ്യത്തിന് നമ്മൾ പായസത്തിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. പിന്നെ നെയ്ക്കകത്തെല്ലാം വറുത്തിടണം. അത്രേ സാധനമേ ഉള്ളൂ. പായസത്തിന് ചേർക്കുന്ന ചേരുവകളൊക്കെ വറുത്തിടുക. കഷ്നട്ട്, കിസ്മസ്, ഇത്രയൊക്കെ ഒന്ന് വറുത്തിട്ട് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. പിന്നെ ഏലക്കയും പൊടിച്ചിടാം കേട്ടോ. പിന്നെ ചുക്കും പൊടിച്ചിടണം. ഇത്രയും കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചക്കപ്രഥമൻ. അപ്പോൾ നമുക്കിന്ന് ചക്കപ്രഥമൻ ഉണ്ടാക്കാം. വരിക്കച്ചക്കയാണ് കേട്ടോ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് എടുത്തത്. നമ്മുടെ പ്ലാവേലെ ചക്കയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിലെ അവിടെ നിന്നും കൊണ്ടു തന്നു. രണ്ടും കൂടെ മിക്സാക്കി ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്കിനി അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ചക്കപ്പായസം അരിഞ്ഞു മിക്സിക്ക് ജാറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേൺ ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ആക്കണ്ട. നമ്മൾ പ്രഥമനകത്തൊക്കെ കഷ്ണം കിടക്കുന്നത് പോലെ കിടക്കാൻ വേണ്ടി അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പഴുത്തി വെച്ച ചക്കയും ചക്ക പ്രഥമൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് നേരിട്ടങ്ങ് ഉണ്ടാക്കുകയാണ്. ഞാൻ വഴറ്റി വെച്ച ചക്കയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇപ്പം നമ്മൾ ഫ്രഷായിട്ട് തന്നെ ചക്കപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രഥമൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് ജാറിനകത്തിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ ചോപ്പ് ചെയ്തത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ശർക്കരപ്പാനി കുറച്ച് ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഞാൻ എടുക്കും, ബാക്കി ഉരുക്കിയത് ഞാൻ മാറ്റി വെക്കും. ശർക്കരപ്പാനിയും റെഡിയാക്കി എടുത്ത് ശർക്കരപ്പാനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കുകയാണ്. ശർക്കരപ്പാനിക്കകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ലൂസാക്കി എടുത്ത് കേട്ടോ. കാരണം ചക്കയൊന്ന് വെന്ത് കിട്ടണമല്ലോ. ഇപ്പോഴത്തെ ചക്ക ഒന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഇച്ചിരി ലൂസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ശർക്കരപ്പാനി നമുക്ക് വീണ്ടും ഒന്നൊന്ന് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഈ ചക്ക അരച്ച് ചക്കപ്പഴം പൾപ്പാക്കിയെടുത്ത് അത് ഈ ശർക്കരപ്പാനിക്കകത്തോട്ടിട്ട് വേവിക്കുക. വെന്ത് ഒന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. വേവാനായിട്ടൊന്നും അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ശർക്കരപ്പാനിയും പിന്നെ ഏലക്കയൊക്കെ പൊടിക്കുന്നതിൻ്റെയും ഒക്കെ സ്മെല്ലൂടൊക്കെ ആകുമ്പോൾ നല്ല ചുക്കും ഏലക്കയും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അടപ്രഥമൻ പോലെ തന്നെയാണ്. ഇനി നമുക്കിതിനകത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പം ഞാൻ ഒരു 3/4 ഭാഗം തേങ്ങയും എടുത്തുണ്ട്, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് ഏകദേശം വെന്ത് കുറുകാറായിട്ടുണ്ട്. കുറുകുന്ന സമയത്ത് നമ്മൾ കുറച്ചെടുത്ത് വെച്ചിരുന്ന 2ാം പാൽ ഇച്ചിരി ഒന്നെടുത്ത് ഒഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് 1ാം പാൽ. അപ്പോൾ 2ാം പാലൊക്കെ ഒഴിച്ചൊന്ന് കുറച്ചൊന്ന് കുറുകാറാകുമ്പം 1ാം പാൽ ഒഴിച്ച് അതോടിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഇത് കൂടിപ്പോയി. ഇനി തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തെടുത്തിടണം. അത് കഴിഞ്ഞ് കാഷ്യൂനട്ടും, എനിക്ക് നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറിലാണ് എല്ലാം വറുത്തെടുത്തത് കേട്ടോ. കാഷ്യൂനട്ടും കിസ്മസും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. കാഷ്യൂനട്ട് ആദ്യം അങ്ങിട്ടാണ്, ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ 2ന് 2 മൂപ്പായതുകൊണ്ട് കാഷ്യൂനട്ട് ഏകദേശം ഒന്ന് മൂപ്പായതിന് ശേഷമാണ് നമ്മൾ കിസ്മസ് ഇട്ട് വറുത്തത് കേട്ടോ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഏകദേശം മൂത്ത് കഴിയുമ്പോൾ ഉടനെ നമുക്കതെടുത്ത് ഒഴിച്ച് പൊടിച്ചു വെച്ച ഏലക്കായും
ചുക്കും ഒക്കെ ഇട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാര കൂട്ടി ഞാൻ കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത്ര ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചേർക്കാനായിട്ട്. അപ്പോൾ ഏലക്ക തന്നെ എടുത്താൽ ഒറ്റയ്ക്കിട്ടാൽ പൊടിയില്ല. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തിട്ടു, കാഷ്യൂനട്ട് എല്ലാം ഇട്ടു. ഇനി നമുക്ക് പൊടി ഏലക്ക പൊടിച്ച് വെച്ചത് ഇട്ടു. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏലക്കയുടെയും ഇതിൻ്റെയും കാഷ്യൂനട്ടും ഒക്കെ ഇട്ടതുകൊണ്ട് ലാസ്റ്റിലാണ് ഇതൊക്കെ ഇട്ട്. ചുക്കുപൊടിയാണ് കേട്ടോ, കുറച്ച് ചുക്കുപൊടി വാങ്ങിയ പൊടിയാണ്. ചുക്കുപൊടി കൂടിയിട്ട് ഏകദേശം ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുണ്ട്, നല്ല മണമുണ്ട്. ആവശ്യത്തിന് ശർക്കരയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അടപ്രഥമൻ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.